ഹലോ ഗൈസ്, ഞാൻ ഇന്ന് ഒരുപാട് സന്തോഷത്തിലാട്ടോ. എന്താണെന്നറിയോ? കാണിച്ചു തരാം. എൻ്റെ ബ്ലഡും എൻ്റെ ഹാർട്ടും എൻ്റെ വേൾഡും എൻ്റെ എല്ലാമായ എൻ്റെ ചേച്ചി എന്നെ കാണാൻ വേണ്ടി ട്രിവാൻഡ്രത്തോട്ട് വന്നാട്ടോ. അപ്പോൾ ആൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങളിതേ റെഡി ആയിട്ട് ലുലു മോളിലേക്ക് പോവാണ് കേട്ടോ. ഊബറൊക്കെ പിടിച്ച് ഞങ്ങളിതേ ലുലു മോളിലെത്തി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. കറക്റ്റ് സമയത്താണ് എൻ്റെ ചേച്ചി വന്നത്. അതല്ലേലും അങ്ങനെയാണല്ലോ, നമ്മുടെ ബ്ലഡിനല്ലേ നമ്മളെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണല്ലോ കോഴിക്കോട് നിന്ന് ട്രിവാൻഡ്രത്തോട്ടേക്ക് വന്നതും. ലുലു മോള് ചിക്കൻ ഡൈനാമിറ്റിൻ്റെ ഭയങ്കര ഫാനാണ് ഞാൻ. അപ്പോൾ എൻ്റെ ചേച്ചിനെ അത് കഴിപ്പിക്കണം തോന്നി. ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി ഇതേ ഫുഡ് കോർട്ടിൽ വന്നിരുന്നു. ഫുഡെല്ലാം കഴിക്കുന്നതിനിടയ്ക്കാണ് ഒരു പ്ലാൻ വന്നത്. PVR പോയിട്ട് ഒരു പടം കണ്ടാലോ എന്ന്. ഞാൻ ഡ്രാഗൺ പടം കണ്ടതുകൊണ്ട് തന്നെ ചേച്ചിനെ കാണിക്കാമെന്ന് വിചാരിച്ചു. അവിടുത്തെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ആലോചിച്ചത് പടം തുടങ്ങാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ടോണി ആൻഡ് കൈ പോയിട്ട് ഞാൻ ഒന്ന് ത്രെഡൊക്കെ ചെയ്തു. അതിന് ശേഷം ഞങ്ങൾ പടത്തിന് കയറി. ഡ്രാഗൺ നല്ല കിടിലം പടം കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് 2 times വന്നതും. ലുലു മോൾ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് ഈ വാഷ്റൂം. അവിടെ ഞങ്ങൾ കുറച്ച് റാംബോക്ക് നടത്തി. അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിന് പോയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിയതിന് ശേഷം തിരിച്ച് ഫ്ലാറ്റിലെത്തി. പിന്നെ ഞങ്ങൾ 2 പേരും ടയേർഡ് ആയതുകൊണ്ട് തന്നെ കിടന്നു. കാരണം പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ട്. എങ്ങോട്ടാണെന്ന് അറിയാലോ, ട്രിവാൻഡ്രംകാരുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക്. ചേച്ചിയുടെ ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് തന്നെ അത് നടത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനും പവിയും ചേച്ചിയും കൂടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഓരോ സ്ഥലത്തിനും ഓരോ അഹങ്കാരം പോലെ ട്രിവാൻഡ്രംകാരുടെ സ്വകാര്യ അഹങ്കാരമാണല്ലോ ഈ പത്മനാഭസ്വാമി ക്ഷേത്രം. അവിടെ വരിക എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു കേട്ടോ. അമ്പലത്തിൽ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ലൈനൊക്കെ നിന്നതിന് ശേഷമാണ് കേട്ടോ പ്രാർത്ഥിച്ചത്. എന്നാലും ഞങ്ങൾക്ക് പത്മനാഭസ്വാമീനെ അടുത്തേന്ന് കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റി കേട്ടോ. അതിനുശേഷം ഞങ്ങൾ അതിൻ്റെ മുന്നിൽ വന്ന് കുറച്ച് റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് വട്ടമൊക്കെ ഇറങ്ങുന്നുണ്ട്. പിന്നെ അതിനുശേഷം സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാന്ന് വിചാരിച്ച് ചേച്ചീൻ്റെ അടുത്തുനിന്ന് ആളെ കുറേ വീഡിയോ ഫോട്ടോ ഒക്കെ എടുപ്പിക്കുന്നുണ്ടായിരുന്നു പല പല പോസുകളിൽ. പാവം. പിന്നെ ഞങ്ങൾ നെയ്റോസ്റ്റ് കഴിക്കാനെത്തി. അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ നെയ്റോസ്റ്റ് മസ്റ്റാണല്ലോ. അങ്ങോട്ടേക്ക് പോയത് ഊബറിനാണെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നത് ബസ്സിലും കഴക്കൂട്ട് ഇറങ്ങി ഊബറിലുമായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് നേരെ ഫ്ലാറ്റിലെത്തി. അതിനുശേഷം എനിക്കൊരു വേണ്ടപ്പെട്ട ആൾ വന്നിട്ടുണ്ട് കേട്ടോ. ആരാണെന്നറിയോ? എൻ്റെ സുഞ്ചെ. ഇതെൻ്റെ ചേച്ചിയാട്ടോ, എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോള്. ചെറുപ്പം മുതലേ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് കളിച്ച് വളർന്നുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ ഒരുപാട് ബോണ്ട് ഉണ്ട് കേട്ടോ. എൻ്റെ സുഞ്ചെ ഇൻഫോസിലാട്ടോ വർക്ക് ചെയ്യുന്നത്. സോ ആൾ എൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. അവർ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എൻ്റെ ചേച്ചിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, താങ്ക്സ് ഫോർ ബീങ് മൈ ബെസ്റ്റ്. ലവ് യു.